Good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നു എല്ലാവരും. ഓക്കെ, പ്രത്യേകം പറഞ്ഞായിരുന്നു നമുക്ക് കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ആഴ്ചയിൽ ഒരു ക്ലാസ് എനിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് കറക്റ്റ് ആയിട്ട് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെ? റിക്രൂട്ട്മെന്റിന്റെ സ്വഭാവം, നേച്ചർ ആണ്. പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പെർവാസീവ് ഫംഗ്ഷൻ ആണ്, ടു വേ പ്രോസസ് ആണ്, ലിങ്കിങ് ആക്ടിവിറ്റി, കോംപ്ലക്സ് ജോബ് അല്ലെ? ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു നിയമന പ്രക്രിയ അല്ലെ? അല്ലെങ്കിൽ അംഗങ്ങളെ ചേർക്കല്, അതൊക്കെയാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളതിന്റെ മീനിങ്. എന്താ പറഞ്ഞത്? നമ്മുടെ ഡെഫിനിഷൻ എന്താ? ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് prospective candidates to filling or actual or projected vacancy in the organization. ഒരു സ്ഥാപനത്തിന്റെ ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് കാൻഡിഡേറ്റ്സ് അല്ലെ? ഓർഗനൈസേഷന്റെ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന പ്രോസസ് ആണ് ഏത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് സെലക്ഷന് മുന്നേ നടക്കുന്നതാണ് റിക്രൂട്ട്മെന്റ്. സെലക്ഷന് മുന്നേ നടക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണ് ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ് ഗ്രോത്ത്. ഒന്നാമത്തെ എന്താ? ബിസിനസിന്റെ വളർച്ചയ്ക്ക് നമ്മൾ റിക്രൂട്ട്മെന്റ് വേണം. അതായത് ബിസിനസ് വളരുന്നതിന് അനുസരിച്ച് ആ സ്ഥാപനത്തിൽ എന്ത് നടത്തണം? നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തണം. റിക്രൂട്ട്മെന്റ് ഈസ്, പിന്നെ അത് ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നത്? ബിസിനസ് ഗ്രോത്ത്. റിക്രൂട്ട്മെന്റ് ഈസ് അൺഅവോയ്ഡബിൾ ഫോർ ദ ബിസിനസ് ടു ഗ്രോ. ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് അല്ലെ, കാര്യമാണ് റിക്രൂട്ട്മെന്റ്. ഒരു ബിസിനസ് വളരുമ്പോൾ അതിനനുസരിച്ച് ആ ഓരോ പൊസിഷനിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യണ്ടേ അല്ലെ? റിക്രൂട്ട്മെന്റ് നടത്തണം. ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യണം. അത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സിൻസ് ദ ബിസിനസ് വിച്ച് ഈസ് റിക്രൂട്ടിംഗ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത്. ഒരു റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നത്? ആ സ്ഥാപനത്തിന്റെ വളർച്ചയെയാണ് കാണിക്കുന്നത്, ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടെ. റിക്രൂട്ടിംഗ് ഇൻഡിക്കേറ്റ്സ് ഇസ് ഗ്രോത്ത് അല്ലെ? അതായത് ആ സ്ഥാപനം വളരുന്നതിന്റെ അനുസരിച്ച് വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ റിക്രൂട്ട്മെന്റ് നടത്തേണ്ട ആവശ്യമുള്ളൂ അല്ലെ? ആ സ്ഥാപനം ഇപ്പൊ ആദ്യം തുടങ്ങിയപ്പോ ഒരു ചെറുതായിരുന്നു, അത് ഓരോ ദിവസം ചെല്ലുന്തോറും ആ ഒരു ഓർഗനൈസേഷൻ വലുതായി വന്നതിന്റെ അനുസരിച്ച് എന്ത് വേണം? അവിടെ റിക്രൂട്ട്മെന്റ് നടത്തണം അല്ലെ? അപ്പൊ റിക്രൂട്ട്മെന്റ് എന്താ കാണിക്കുന്നത്? ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത്. അതിന്റെ വളർച്ചേനെയാണ് കാണിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ വളർച്ചേനെയാണ് കാണിക്കുന്നത്. ഓൾസോ റിക്വയർഡ് സ്കിൽസ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ദ ബിസിനസ് ഡെവലപ്മെന്റ് and the current skill set required can be attained only by recruiting efficient employees. അല്ലെ? അതായത് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് അല്ലെ, ആ ഒരു ജോബ് വേക്കൻസിയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് അത് ചിലപ്പോൾ നെക്സ്റ്റ് ബിസിനസിന്റെ ആ ഡെവലപ്മെന്റിന്റെ അടുത്ത സ്റ്റേജിൽ ചിലപ്പോൾ അത് മതിയായെന്ന് വരില്ല. അപ്പൊ എന്താ? പുതിയ സെറ്റ് ഓഫ് സ്കിൽസ് വേണം അല്ലെ? ഇപ്പോ നിലവിലുള്ള ഒരു ജോബ് വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ കഴിവുകൾ മതിയാവില്ല. ചിലപ്പോ നമ്മള് ആ ബിസിനസിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് എന്താണ് പുതിയ നമുക്ക് ആ നിലവിലുള്ള കഴിവുകൾ മതിയാവില്ല. അങ്ങനെ നോക്കിയേ. And the required can be attained only by recruiting efficient employees. അപ്പൊ ന്യൂ സെറ്റ് ഓഫ് സ്കിൽസ് അവിടെ വേണമെങ്കിൽ അത് എങ്ങനെ മാത്രമേ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ? only by recruiting efficient employees അല്ലെ? അപ്പൊ പഴയ ആളുകളുടെ ചിലപ്പോ കഴിവുകൾ പോരാതെ വരാം അല്ലെ, ആ ഒരു ജോബ് പൊസിഷൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? അവർക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് പുതിയ സെറ്റ് ഓഫ് സ്കിൽസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓൺ ദ ഇന്റർനെറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രോത്ത് ഏരിയ that have encouraged by organization
to bring in web designers and specialists in information technology, that is e-commerce. അതായത് നമ്മള് ഈ ഇന്റർനെറ്റിന്റെ ഇത് വന്നതോടുകൂടിയാണ് അല്ലെ വെബ് ഡിസൈനേഴ്സുമാരെയും ആ ഇന്റർനെറ്റിൽ അതിലെ സ്പെഷ്യലിസ്റ്റിനെയും ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രോത്സാഹിപ്പിച്ചത് എന്താണ് ആ ഇന്റർനെറ്റിന്റെ വളർച്ചയല്ലേ. ഇന്റർനെറ്റിലൂടെയുള്ള പർച്ചേസിങ് സെല്ലിങ്ങും വന്നതുകൊണ്ട് ആണ് വെബ് ഡിസൈനേഴ്സുമാരെയും സ്പെഷ്യലിസ്റ്റിനെയും ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിച്ചത് അല്ലെ. ഇപ്പൊ ഇന്റർനെറ്റിൽ കൂടിയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള അല്ലെ ഇ-കൊമേഴ്സ്, ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഇത് വിൽക്കും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സെല്ലിങ് അതുപോലെ പർച്ചേസിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അത് വന്നതുകൂടെയാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി IT മേഖലയിൽ അത്രയും ഇംപ്രൂവ്മെന്റ് വന്നതുകൂടെയാണ് ഈ വെബ് ഡിസൈനർമാരെയും സ്പെഷ്യലിസ്റ്റിനെയും ആ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പൊ ബിസിനസിന്റെ ഒരു വളർച്ചയ്ക്ക് റിക്രൂട്ട്മെന്റ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റിക്രൂട്ട്മെന്റ് എന്താണ് കാണിക്കുന്നത്? ആ ബിസിനസിന്റെ ഗ്രോത്തിനെ കാണിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടാണ് അതിനകത്ത് ആ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്? ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ വളർച്ചേനെയാണ്. അപ്പൊ ബിസിനസ് ഗ്രോത്തിന് എന്ത് വേണം? റിക്രൂട്ട്മെന്റ് വേണം. ഓക്കെ, ബിസിനസ് വളരുന്നതിന്റെ അനുസരിച്ച് ആ പൊസിഷൻ, ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യണം. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് ഫില്ലിംഗ് വേക്കൻസീസ് കോസ്ഡ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? കൊഴിഞ്ഞുപോക്ക്. സ്റ്റാഫിന്റെ ടേൺ ഓവർ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവര് എല്ലാ കാലവും അവിടെ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല, ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാം അല്ലെ. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ അവരെ പകുതി വെച്ച് ജോലിയൊക്കെ നിർത്തി കൊഴിഞ്ഞു പോകാം. അപ്പൊ അങ്ങനെയുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനും എന്ത് വേണം? റിക്രൂട്ട്മെന്റ് വേണം. ഓക്കെ, രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്താ? റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഫില്ലിംഗ് വേക്കൻസീസ്. എങ്ങനെ വേക്കൻസി വരുന്നതാ? കോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. സ്റ്റാഫിന്റെ കൊഴിഞ്ഞുപോക്ക് മൂലമുള്ള വേക്കൻസി ഫില്ല് ചെയ്യാൻ. Every business faces staff turnover at some point of time. എല്ലാ ബിസിനസ്സിലും ഈ ഒരു കാര്യം നടക്കുന്നല്ലേ, സ്റ്റാഫിന്റെ ടേൺ ഓവർ അല്ലെ, സ്റ്റാഫിന്റെ കൊഴിഞ്ഞുപോക്ക് എല്ലാ ബിസിനസ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില സമയത്ത് സ്റ്റാഫിന്റെ കൊഴിഞ്ഞുപോക്ക്. ഫോർ എക്സാമ്പിൾ, chain stores like Sainsbury's and ASDA have an ongoing recruitment process for car parking attendants, checkout staff and other staff members. ഇത് നമ്മള് ഈ Sainsbury's and ASDA എന്ന് പറയുന്നത്, Sainsbury's and ASDA അത് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ് കേട്ടോ, ബ്രിട്ടീഷ് സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണ്. അവിടെ എന്താണ് ഓൺഗോയിങ് ആയിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാർ പാർക്കിംഗ് അറ്റൻഡൻസ്, ചെക്ക്ഔട്ട് സ്റ്റാഫ്, അതർ സ്റ്റാഫ് മെമ്പേഴ്സ്, അവിടെയൊക്കെ ഓൺഗോയിങ് ആയിട്ട് എന്താ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ വിൽ ഹാവ് ന്യൂമറസ് റീസൺ ടു ലീവ് ദ ജോബ്. ആളുകൾക്ക് പല കാരണങ്ങളുണ്ട് അല്ലെ ജോലിയിൽ നിന്ന് പോകാനായിട്ട്, ലീവ് ചെയ്യാനായിട്ട് അല്ലെ. ഒന്നില് ഹയർ സ്റ്റഡീസ് ആവാം, നമ്മളിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുക, പക്ഷെ നമ്മൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി ആ ജോലി നിർത്താം അല്ലെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തേക്കണത്. അല്ലാതെ നമുക്കിപ്പോ എന്താ, നമ്മള് ജോലിക്ക് ചേർന്നു, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വീട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റിയില്ല, അങ്ങനെ വേണമെങ്കിൽ പോകാം അല്ലേ. ചിലപ്പോൾ ട്രാവലിംഗ് ബുദ്ധിമുട്ടായിട്ട് വരാം, ചിലപ്പോൾ സ്റ്റേ ചെയ്യുന്ന ബുദ്ധിമുട്ടായിട്ട് വരാം, ചിലപ്പോൾ കമ്പനിയിലെ വർക്ക് ലോഡ് കൂടുതലായിട്ടാവാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് സ്റ്റാഫുകൾ അവിടെ നിന്ന് ലീവ് ചെയ്യാനായിട്ട് ആ ജോലിയിൽ നിന്ന്. ഓക്കെ, പീപ്പിൾ വിൽ ഹാവ് ന്യൂമറസ് റീസൺ to leave the job and they need to be replaced regularly. അപ്പൊ അവരെ റീപ്ലേസ് ചെയ്യേണ്ട, അതിന് പകരം അല്ലെ പോണ ആൾക്കാർ പോട്ടെ എന്ന് വിചാരിച്ച ആ പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കാൻ പറ്റുമോ? അപ്പൊ അവർ എന്ത് ചെയ്യണം? അവിടെ റെഗുലർ ആയിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് അവരെ റീപ്ലേസ് ചെയ്യണം, പുതിയ കാൻഡിഡേറ്റ്സിനെ. അപ്പൊ പോയ ആളുകൾക്ക് പകരം പുതിയ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം? അവിടെ റീപ്ലേസ് ചെയ്യണം. Hence to fill in this opening, recruitment is required. അപ്പൊ ഇത് ഫില്ല് ചെയ്യാനായിട്ട് എന്ത് വേണം? റിക്രൂട്ട്മെന്റ് വേണം. റിക്രൂട്ട്മെന്റ് ആവശ്യമാണ്. To fill in this opening, recruitment is needed. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ചേഞ്ചിങ് ജോബ് റോൾസ്. ഇനി ജോലിയിലുള്ള മാറ്റം.
ജോലിയിലെ ആ റോൾസിലുള്ള മാറ്റം, നിലവിലെ ജോലിയിലെ റോളുകളിൽ വരുന്ന മാറ്റം. In this present world, working is changing continuously. അല്ലെ? ഇപ്പൊ നമ്മുടെ പ്രസന്റ് വേൾഡില് വർക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കല്ലേ? വർക്ക് ചേഞ്ച് മാറിക്കൊണ്ടിരിക്കല്ലേ? ചേഞ്ചിങ് ജോബ് റോൾ. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ ചിലപ്പോ ആ ഒരു ഇതിലായിരിക്കില്ല, കുറച്ച് വരുമ്പോ നമ്മൾ സീനിയറായി, അല്ലെ? കുറച്ച് നാൾ നിന്ന് സീനിയോറിറ്റി കിട്ടി, അപ്പൊ നമുക്കടെ വർക്ക് റോള് മാറാം, അല്ലെ? അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. The skills that seem to be valued today might turn redundant next year. Redundant എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യം. അല്ലെങ്കിൽ ഇപ്പൊ വാല്യൂ ഉള്ള കാര്യം നെക്സ്റ്റ് ഇയറിൽ ചിലപ്പോ അത് മതിയായിന്ന് വരൂല, അല്ലെ? അപ്പൊ അവിടെ എന്ത് വേണം? ന്യൂ സെറ്റ് ഓഫ് സ്കിൽ ബി നീഡഡ്. ആ പുതിയ കഴിവുകൾ വേണം. അതായത് നമ്മൾ ചെന്നപ്പോ ചിലപ്പോ ഇത്രയും മതിയായിരിക്കും, പക്ഷെ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും എന്താ അത് പോരാതെ വരാൻ ചിലപ്പോ, അല്ലെ? അത് ഇപ്പൊ നമ്മുടെ കഴിവുകൾ മാത്രം പോരാ, അത് അനാവശ്യമായി മാറാം. എന്നിട്ട് എന്ത് വേണം? നെക്സ്റ്റ് ഇയറിലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? എ ന്യൂ സെറ്റ് ഓഫ് സ്കിൽ വിൽ ബി നീഡഡ്. പുതിയ സെറ്റ് ഓഫ് സ്കിൽസ് ആവശ്യമാണ്. The new opportunity will continuously emerge and the business will keep on recruiting new employees. അല്ലെ? പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് കീപ്പ് ചെയ്യണം. അതായത് പുതിയ പുതിയ അവസരങ്ങൾ വരൂലേ? പുതിയ അവസരങ്ങൾ വരുമ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം? വിൽ കീപ്പ് ഓൺ റിക്രൂട്ടിംഗ് ന്യൂ എംപ്ലോയീസ്. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് അതിന് പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്ത് ചെയ്യണം? ബിസിനസ്സില് പുതിയ എംപ്ലോയീസ് വേണ്ടേ? ഇവിടെ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നേ? ന്യൂ ഓപ്പർച്യൂണിറ്റി വിൽ കണ്ടിന്യൂസ്ലി എമർജ്. പുതിയ ആ ഒരു ഓർഗനൈസേഷനില് പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം. ഓക്കെ, അടുത്തതാണ് ഇന്റേണൽ പ്രൊമോഷൻ. ഉള്ളിലുള്ള, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പ്രൊമോഷൻ. എന്താ? ഓർഗനൈസേഷൻ പ്രാക്ടീസ് മോട്ടിവേറ്റിംഗ് their employees to go for more challenging and high paid job within the organization. അല്ലെ? നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഉയർന്ന പൊസിഷനിലേക്ക് വേണമെങ്കിൽ ഇന്റേണൽ പ്രൊമോഷൻ കിട്ടാം, അല്ലെ? പ്രൊമോഷൻ കിട്ടാം, നമുക്ക് ഇച്ചിരി കൂടി നമുക്ക് ഉയർന്ന പോസ്റ്റിലേക്ക് വരാം. അപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെ മോർ ചലഞ്ചിങ് ആണ് ഹൈ പെയ്ഡ് ജോബ്. ഇപ്പൊ സാലറിയിലൊക്കെ വ്യത്യാസം വരാം നമുക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ ഉയർന്ന ജോബിലേക്ക് അതിലേക്ക് പോകാനായിട്ട് ആ കമ്പനി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ്. കണ്ടോ? അതായത് ഓർഗനൈസേഷൻ തങ്ങളുടെ ആ എംപ്ലോയീസിനെ ആ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും ഹൈ പെയ്ഡ് ജോബിലേക്ക് പോകാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ്. Those who succeed in advancing through the hierarchy must be replaced by the new employees. അല്ലെ? അപ്പൊ അതിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ, അല്ലെ, അപ്പൊ കുറച്ച് മോട്ടിവേഷൻ, കുറച്ച് കാര്യങ്ങളുടെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റൊരിതൊക്കെ തന്ന് നമ്മൾക്ക് ആ ഒരു പ്രൊമോഷൻ തരികയാണ് ആ ഒരു പോസ്റ്റിലേക്ക്. അപ്പൊ അതില് ആ ഹൈറാർക്കിയില് നമ്മൾ മുന്നേറുന്ന ആളുകള്, അഡ്വാൻസിങ്, മുന്നേറുക ത്രൂ ദ ഹൈറാർക്കി, ആ ഹൈറാർക്കിയിലൂടെ മുന്നേറുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു? മസ്റ്റ് ബി റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ എംപ്ലോയീസ്. ആ പുതിയ എംപ്ലോയി ആയിട്ട് റീപ്ലേസ് ചെയ്യൂലേ? വിജയിക്കുന്ന ആളുകളെ പുതിയ എംപ്ലോയി ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതായത് ഇന്റേണൽ പ്രൊമോഷനും എന്ത് വേണം? റിക്രൂട്ട് ചെയ്യാണ്. ആ പുതിയ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്തു, അല്ലെ? അതിലേക്ക് ചേർക്കാണ്, ആ ഒരു പ്രോസസ്സിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രൊമോഷനാണ് ഇന്റേണൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ കുറച്ചും കൂടി ഉയർന്ന ജോലി വരുമ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും? ആ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? ആ ഒരു പോസ്റ്റിലേക്ക് ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കും, അല്ലെ? ഇപ്പൊ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതെല്ലാം കൊടുക്കും. അതിൽ ഏറ്റവും നല്ലോണം പെർഫോമൻസ് ചെയ്യുന്നവരെ, അതിന് മുന്നേറുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു? ആ കമ്പനി ആ ഒരു പോസ്റ്റിലേക്ക് റീപ്ലേസ് ചെയ്യും, എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യും. ആ ഹൈറാർക്കിയില് മുന്നേറുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു? റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ എംപ്ലോയി, പുതിയ എംപ്ലോയി ആയിട്ട് റീപ്ലേസ് ചെയ്യും. അടുത്ത നോക്കിയേ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Who succeed in advancing through the hierarchy must be replaced by new employees. ഇനി അടുത്ത ഇൻക്രീസിംഗ് വർക്ക് ലോഡ്. വർക്ക് ലോഡ് കൂടുമ്പോൾ, വർക്ക് ലോഡ് കൂടുന്നതനുസരിച്ച് when the amount of work increases, ഇനി ആ കമ്പനിയുടെ വർക്ക് കൂടുകയാണ്, അപ്പൊ ഉള്ള ആളുകൾ മതിയോ?
ഇപ്പൊ നിലവിൽ ഒരു 100 പേരെ ഉള്ളതെന്ന് വിചാരിക്കാം. വർക്ക് ലോഡ് കൂടുമ്പോൾ ആ 100 പേര് മതിയാവും അത്രയും ജോലി ചെയ്ത് തീർക്കാൻ. അപ്പൊ കൂടുതൽ എംപ്ലോയീസ് വേണ്ടി വരില്ലേ? ഇതാണ് എമൗണ്ട് ഓഫ് ദ വർക്ക് ഇൻക്രീസസ്. വർക്കിന്റെ ജോലി കൂടുമ്പോഴ്, ആ വർക്ക് കൂടുമ്പോഴ് ദ ബിസിനസ് റിക്വയർ മോർ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഹു ആർ മോർ സ്കിൽഡ്. വേണ്ടേ? കൂടുതൽ എംപ്ലോയീസും കൂടുതൽ കഴിവുള്ള കൂടുതൽ എംപ്ലോയീസ് വേണം. കറന്റ് എംപ്ലോയീസ് ക്യാൻ ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ് ത്രൂ ട്രെയിനിങ് വിച്ച് വിൽ ബി ബെനിഫിറ്റ് ഫോർ ദെയർ കരിയർ അഡ്വാൻസ്മെന്റ്. ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യുന്നു? ആ നിലവിലുള്ള എംപ്ലോയീസിനെ അവരെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അവരെ ആ ഒരു കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി അവരെ ആ ഒരു സ്കില്ല്, അവർക്ക് കഴിവ് കിട്ടാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതെങ്ങനെയാ? ത്രൂ ട്രെയിനിങ്. ഏതിലൂടെ? അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിലൂടെ വിച്ച് വിൽ ബി ബെനിഫിറ്റ് ഫോർ ദെയർ കരിയർ അഡ്വാൻസ്മെന്റ്. അവരുടെ കരിയറിന് അത് ബെനിഫിറ്റ് അല്ലേ? അപ്പൊ കുറച്ചും കൂടി, അതായത് നമുക്ക് ബിസിനസിന്റെ വർക്ക് ലോഡ് കൂടുന്നതിന്റെ അനുസരിച്ച് ബിസിനസ്സിന് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമാണ്, കൂടുതൽ കഴിവുള്ള എംപ്ലോയീസിന് ആവശ്യമാണ്. അപ്പോ ഈ നിലവിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ. അവർക്ക് അത് ട്രെയിനിങ്ങിലൂടെ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ആ എംപ്ലോയീസിന്റെ കരിയറിന്, അതിന്റെ മുന്നേറ്റത്തിന് ബെനിഫിറ്റ് ആണ് അവർക്ക്. ഇൻക്രീസ്. അപ്പൊ നോക്കിയേ, ഇൻക്രീസ് ദ ലോയലിറ്റി ടുവേഴ്സ് ദ ഓർഗനൈസേഷൻ. ലോയലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, വിശ്വാസം towards the organization by promoting them to stay with the organization for a longer duration and fill the skill gap. കണ്ടോ? അപ്പൊ എന്താ? നമുക്ക് ആ സ്ഥാപനത്തോടുള്ള വിശ്വാസം കൂടൂലേ? അല്ലെ? നമ്മൾ പറഞ്ഞു വിട്ടില്ല എല്ലാവരും കൂടുതൽ ട്രെയിനിങ് ഒക്കെ തന്നിട്ട് അതിൽ മുന്നേറാനായിട്ട്, അല്ലെ? ആ കൂടുതൽ സ്കിൽസ് ഉള്ള ആ ജോലിയിലേക്ക് നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കരിയറിൽ ഒരു മുന്നേറ്റം വന്നു. അത് എന്ത് ചെയ്യുന്നു? ലോയലിറ്റി, അതായത് വിശ്വാസം ഉണ്ടാവുന്ന ഓർഗനൈസേഷൻ. എന്തായാലും എന്നെ വിടൂല, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കൂടെ നിർത്തും, അല്ലെ? ആ ഓർഗനൈസേഷനോടുള്ള ഒരു വിശ്വാസം കൂട്ടുന്നു. ബൈ പ്രൊമോട്ടിംഗ് ദം ടു സ്റ്റേ വിത്ത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടുന്ന് പോവോ? കുറെ നാള്, അല്ലെ? ലോങ്ങർ ഡ്യൂറേഷനിൽ ആ ഓർഗനൈസേഷനിൽ നിൽക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നു. By promoting them to stay with the organization for a longer duration. ദീർഘനാളത്തേക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. Then and fill this skill gap. അപ്പൊ ആ ഗ്യാപ്പ് അവിടെ ഫിൽ ചെയ്യുന്നു. Employee referral scheme also provide to beneficial for the employees. ഇനി അടുത്തൊരു കാര്യമാണ് എംപ്ലോയി. അതിനകത്തെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ലോഡ് കൂടുന്നതിന്റെ അനുസരിച്ച്, എമൗണ്ട് ഓഫ് വർക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ബിസിനസ്സിന് എന്ത് വേണം? കൂടുതൽ എംപ്ലോയീസ് വേണം. ഇതെങ്ങനെയുള്ളത്? കൂടുതൽ സ്കില്ലുള്ള കൂടുതൽ എംപ്ലോയീസ് വേണം. അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിനെ എങ്ങനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു? പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ത്രൂ ട്രെയിനിങ്ങിലൂടെ. അത് ആർക്ക് ബെനിഫിഷ്യൽ ആണ്? ആ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആണ്. അവരുടെ കരിയർ മുന്നേറ്റത്തിന് ബെനിഫിഷ്യൽ ആണ്. അതുകൂടാതെ അവർക്ക് ആ സ്ഥാപനത്തോടുള്ള ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, കൂട്ടുന്നു. പിന്നെ കുറെ നാള് അവർ ആ ഓർഗനൈസേഷനിൽ നിൽക്കാനായിട്ടും സ്റ്റേ ചെയ്യാനായിട്ടും സ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു കാര്യമാണ് എംപ്ലോയി റെഫറൽ സ്കീം. Also proved to be beneficial for the employees. Employees-ന് beneficial ആണ് employee referral scheme, where the employee can refer friends. Friends-നെ refer ചെയ്യാം, relatives-നെ refer ചെയ്യാം. Familiarity, possessing the skill desired for a post and earn incentives. അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് റെഫർ ചെയ്യാം. പിന്നെ എനിക്ക് ആദ്യത്തെ സ്ഥാപനത്തിന് ജോലി കിട്ടി, എംപ്ലോയർ റെഫറൽ സ്കീം. അതായത് എനിക്ക് വേണമെങ്കിൽ സ്മിത എന്റെ ഫ്രണ്ട് ആണെങ്കിൽ സ്മിതേനെ എനിക്ക് റെഫർ ചെയ്യാം. എന്റെ ഫ്രണ്ട് ഉണ്ട്, ഇന്ന പോസ്റ്റ് കഴിഞ്ഞതാണ്, ആ കുട്ടീനെ എനിക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അവിടെ ആ ഒരു പോസ്റ്റ് അനുവിന് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ സൂര്യ റിലേറ്റീവ്സ് ആണ്, എനിക്ക് വേണമെങ്കിൽ സൂര്യനെ റെഫർ ചെയ്യാൻ വേണം അങ്ങോട്ടേക്ക്. എനിക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. റെഫർ ചെയ്യാൻ പറ്റൂലേ? ഞാൻ റെഫർ ചെയ്യൂട്ടാ.
അങ്ങനെ എംപ്ലോയി റെഫറൽ സ്കീം എന്ത് ചെയ്യുന്നു ഓൾസോ പ്രൂവ് ടു ബെനിഫിഷ്യൽ. ആർക്കാ? എനിക്ക് ബെനിഫിഷ്യൽ ആണ്. വേണ്ട എംപ്ലോയി ക്യാൻ റെഫർ ഫ്രണ്ട്സ്. എംപ്ലോയിക്ക് ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ അവരുടെ പരിചയക്കാരെയൊക്കെ ഫെമിലിയാരിറ്റി അവരുടെ പരിചയക്കാരെയൊക്കെ അതിലേക്ക് റെഫർ ചെയ്യാം. ഡിസൈഡ് ഫോർ എ പോസ്റ്റ്, ആ പോസ്റ്റിലേക്ക് റെഫർ ചെയ്യാം നമുക്ക്. ആൻഡ് ഏൺ ഇൻസെന്റീവ്സ്, ഈ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നേടാൻ പറ്റും. ഏൺസ് ഇൻസെന്റീവ്. ചിലപ്പോ അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ആരെങ്കിലും ഞാൻ വഴി റെക്കമെൻഡ് ചെയ്ത് ഇത് വരുമ്പോ എനിക്ക് ചെറിയ ഇൻസെന്റീവ്സ് അല്ലെ, ചെറിയൊരു പ്രോത്സാഹനം അങ്ങനെ എന്തെങ്കിലും എനിക്ക് നേടാൻ പറ്റും. സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നേടാൻ പറ്റും. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അതിൽ അണ്ടർലൈൻ ചെയ്ത് നോക്കുക. പിന്നെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നും നോക്കാം കേട്ടോ. ബിസിനസിന്റെ ഗ്രോത്തിന് വേക്കൻസി, സ്റ്റാഫ് ടേൺ ഓവർ മൂലമുണ്ടാകുന്ന വേക്കൻസി ഫില്ല് ചെയ്യാൻ, പിന്നെ ചേഞ്ചിങ് ജോബ് റോൾ, ജോബ് റോളിലെ മാറ്റത്തിനനുസരിച്ച് ഇന്റേണൽ പ്രൊമോഷന്, ഇൻക്രീസിംഗ് വർക്ക് ലോഡ്. ഇനി അടുത്തതാണ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാന്ന് നോക്കിയേ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്? ഏതൊക്കെയാ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ബോക്സ് കണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആണ് അത്? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. ഒരു റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഫാക്ടേഴ്സാ ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം. അപ്പൊ അതിനകത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ഫാക്ടർ which of the following is included in the external factors affecting recruitment? Question കിട്ടിയോ? എക്സ്റ്റേണൽ ഫാക്ടർ റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ഏതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതൊക്കെ? സപ്ലൈ ആൻഡ് ഡിമാൻഡ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് വായിക്കാൻ പറ്റുണ്ടോ? ആ കുഞ്ഞു ബോക്സിലുള്ളത് അതിന്റെ താഴെ ABCയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴെയുണ്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ലേബർ മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ്വില്ല്, പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്, കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, അത്രയാണ് ഏതിൽ വരുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ക്ലിയർ ആവുന്നില്ലേ പിള്ളേരെ നിങ്ങൾക്ക്? ഒരു റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് അഫക്ട് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഫാക്ടറും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? പുറമെയുള്ളത് അല്ലെ? എക്സ്റ്റേണൽ പുറമെയുള്ളത്. നോക്കിയേ, the factors or forces are those factors which cannot be controlled by the organization. ഒരു ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ് ഏത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അണ്ടർലൈൻ ചെയ്തത്. The factors which cannot be controlled by the organization is called the dash. സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ക്ലിയർ അല്ലേ സെന്റൻസ്? ഫാക്ടേഴ്സ് which cannot be controlled by the organization. ഒരു ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നിയന്ത്രിക്കാൻ പറ്റാത്ത ഫാക്ടേഴ്സിനെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. A variety of external factors which affect the recruitment are as follows. ഒരു റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന നിരവധി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏതെന്ന് ചോദിക്കൂ കേട്ടോ. ഇത് നോക്കി വെക്കാം. ഒന്നാമത്തെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈ, എന്തിന്റെ സപ്ലൈയാ? മാൻ പവർ സപ്ലൈ. നോക്കി, മനുഷ്യന് വേണ്ടേ? നമ്മൾ പറഞ്ഞില്ലേ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതില് കുറച്ച് മെഷീൻസ് ഉണ്ടായാലും പോരാ. എന്ത് വേണം? മാൻ പവർ വേണം. ഈ മാൻ പവറിന്റെ സപ്ലൈ വേണ്ടേ? അതാണ് ഒന്നാമത്തത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. A significant factor in the recruitment process is the manpower supply. ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഏതാ? മാൻ പവർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Both the inside and outside the organization. ഇൻസൈഡിൽ നിന്നാവാം, ഔട്ട്സൈഡിൽ നിന്നാവാം. ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളതാവാം, പുറമേ നിന്നാവാം. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടർ ആണ് ഇത്? മാൻ പവർ. മാൻ പവർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ മനുഷ്യര് അല്ലെ? എംപ്ലോയി ആണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയിയുടെ സപ്ലൈ. തൊഴിലാളികൾ വേണ്ടേ അവിടെ അല്ലെ?
manpower supply. Both അതെവിടെ നിന്നാകാം, both inside and outside the organization. Organization ഉള്ളിൽ നിന്നാകാം, പുറത്തു നിന്നാകാം. If the demand of the professional in the company is more, ഈ കമ്പനിയിലെ നമ്മുടെ ഈ പ്രൊഫഷണൽസിന്റെ ഡിമാൻഡ് കൂടുതൽ, the demand of the professional in the company is more, കമ്പനിയിലെ ആളുകളുടെ ഡിമാൻഡ് കൂടുതലാണ്. And the supply of professional in the market is low, മാർക്കറ്റിൽ അവരുടെ കുറവാണ്, ആ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് കുറവാണ് മാർക്കറ്റില്. ആ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവർ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, കമ്പനി വിൽ ഹാവ് ടു റിലേ എന്ന് പറഞ്ഞാൽ ഡിപെൻഡിങ് അപ്പോൺ, എന്തിനെ ആശ്രയിക്കുന്നു, ഇന്റേണൽ സോഴ്സിനെ ആശ്രയിക്കും. അതെങ്ങനെയാ, ബൈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്, ട്രെയിനിങ്ങിലൂടെ എംപ്ലോയീസിനെ വികസിപ്പിക്കുന്നതിലൂടെയൊക്കെ ഇന്റേണൽ സോഴ്സിനെ ആശ്രയിക്കും. എന്താ പറഞ്ഞേക്കുന്നത്, കമ്പനിയില് പ്രൊഫഷണൽസിന്റെ സപ്ലൈ കുറവാണ്. If the demand of the professional in the company, കമ്പനിയിലെ ഡിമാൻഡ് കൂടുതൽ, അതായത് കമ്പനിയില് ആ ക്വാളിഫിക്കേഷൻ ഉള്ള പ്രൊഫഷണൽസ് അതിന്റെ ഡിമാൻഡ് കൂടുതല്, മാർക്കറ്റിൽ അവർ കുറവാണെന്ന്, ആ പ്രൊഫഷണൽസിന്റെ സപ്ലൈ മാർക്കറ്റിൽ നിന്നുള്ള സപ്ലൈ അവർക്കുടെ കുറവാണ്. അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും, മാർക്കറ്റിൽ അവരില്ല, മാർക്കറ്റില് അവർക്കുടെ സപ്ലൈ കുറവാണ്, ആ പ്രൊഫഷണൽസ് അത്രയും ഇല്ല മാർക്കറ്റില്. അങ്ങനെ വരുമ്പോ കമ്പനി എങ്ങനെയാ അത് ഫില്ല് ചെയ്യണത്, എങ്ങനെയാ, കമ്പനി എന്തിനെ ആശ്രയിച്ചിരിക്കും, ഇന്റേണൽ സോഴ്സിനെ ആശ്രയിക്കും. എങ്ങനെ, ബൈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയി. ക്ലിയർ ആയോ? അത് ഒരു പ്രധാനപ്പെട്ട കാര്യം മാൻ പവർ ആണ്, മാൻ പവർ സപ്ലൈ ആണ്. അതെങ്ങനെയാകാം, ഇൻസൈഡിൽ നിന്നാവാം, ഔട്ട്സൈഡ് ആവാം, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നാവാം, ഓർഗനൈസേഷന്റെ പുറത്തു നിന്നാവാം. ഓക്കെ, ഇനി എപ്പോഴാ നമ്മൾ നോക്കിയേ അത് പറഞ്ഞേക്കുന്നത്, ഈ പ്രൊഫഷണൽസിന്റെ ഡിമാൻഡ് കമ്പനിയിൽ കൂടുതലാണ്. അതായത് ഒരു 50 പേര് വേണമെന്ന് വിചാരിക്കാം, ഒരു 50 പ്രൊഫഷണൽസ് കമ്പനിയിൽ വേണമെന്ന് വിചാരിക്കാം. പക്ഷേ ആ സപ്ലൈ, ആ പ്രൊഫഷണൽസിന്റെ സപ്ലൈ മാർക്കറ്റിൽ കുറവാ, മാർക്കറ്റിൽ ചിലപ്പോ 20 പേരെ ഉണ്ടാവുള്ളൂ, അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റിയ ആളുകൾ 20 പേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ബാക്കി 30 പേര് കൂടി വേണ്ടേ? അതെങ്ങനെ കമ്പനി എന്തിനെ ആശ്രയിച്ചിരിക്കും അവരെ? Then the company will have to rely on, depend on, എന്തിനെയാ, ഇന്റേണൽ സോഴ്സിനെ ആശ്രയിക്കും. കമ്പനിയുടെ ഉള്ളിൽ തന്നെ എടുക്കും അവര്, എന്താ ഇന്റേണൽ സോഴ്സ്. എങ്ങനെ, ബൈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ായിട്ടുള്ള ആളുകള് നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവര് പരിശീലിപ്പിച്ചെടുക്കുന്നു, അവരെ ട്രെയിനിങ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓക്കെ ആണോ? ഇല്ലേ? ഓക്കെ ആയില്ലേ? ഓക്കെ, 1-2 പേരെങ്കിലും ഇട്ടാലാട്ടെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമതാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇനി തൊഴിലില്ലായ്മ നിരക്ക്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഗ്രോത്ത് ഓഫ് ദ എക്കണോമി, എക്കണോമി എന്ന് പറഞ്ഞ സമ്പദ് വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, അതാണ് അനദർ ഫാക്ടർ അഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ദ ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിന്റെ ലഭ്യതയെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച. ഗ്രോത്ത് ഓഫ് ദ എക്കണോമി. നോക്കിയേ, the lack of job in the company and scarce labor in the market can give rise to the situation of unemployment. നോക്കിയേ, ശരിയല്ലേ? ലാക്ക് ഓഫ് ജോബ് ഇൻ ദ കമ്പനി, കമ്പനിയിലെ ജോലി കുറവാ, ആളുകളെ വേണ്ട. ലാക്ക് ഓഫ് ദ ജോബ് ഇൻ ദ കമ്പനി, കമ്പനിയിലെ ആളുകളുടെ ജോബ് കുറവാണ്, കമ്പനിയിലെ ജോബ് കുറവ്. ആൻഡ് സ്കാർസ് ലേബർ, സ്കാർസ് എന്ന് പറഞ്ഞാൽ മോർ, അധികം, മോർ ലേബർ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പക്ഷെ ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താകും, ക്യാൻ ഗീവ് റൈസ് ടു ദ സിറ്റുവേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, തൊഴിലില്ലായ്മ നിരക്ക്, തൊഴിലില്ലായ്മ വരാം. ശരിയല്ലേ? നമ്മളൊക്കെ പഠിച്ചിറങ്ങിയതാ, ഒറ്റ ബാച്ചിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങിയതാ. നമ്മുടെ അടുത്തൊരു കമ്പനി ഉണ്ട്, പക്ഷെ അവിടെ ആള് വേണ്ട, ജോബ് കുറവാ. അപ്പൊ നമ്മളൊക്കെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴല്ലേ, തൊഴിലില്ലാത്തവരല്ലേ? ആ പർട്ടിക്കുലർ മേഖലയില് തൊഴിലാളികള്, അതായത് അത് പഠിച്ച് അതിന് ആപ്റ്റായിട്ടുള്ള ആളുകൾ കൂടുതലുണ്ട്.
പക്ഷെ കമ്പനിയിൽ ജോലി വേണ്ടേ? ജോബില്ല കമ്പനിയില്. അങ്ങനെ വരുമ്പോൾ ആ സിറ്റുവേഷൻ കണ്ടോ? അങ്ങനെ വരുമ്പോൾ എന്താണ്? മാർക്കറ്റിൽ കൂടുതൽ പേരുണ്ട്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു? ക്യാൻ ഗിവ് റൈസ് ടു എ സിറ്റുവേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. അല്ലെ? തൊഴിലില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരാം. പർട്ടിക്കുലർ മേഖലയിൽ തൊഴിലാളികൾ കൂടുതല്, പക്ഷെ കമ്പനിയിൽ എന്താ? ജോബ് കുറവ്. അങ്ങനെ വരുമ്പോ എന്ത് പറ്റുന്നു? ക്യാൻ ഗിവ് റൈസ് ടു ദ സിറ്റുവേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇനി അടുത്തതാണ് ലേബർ മാർക്കറ്റ് ഓർ ജോബ് മാർക്കറ്റ്. ജോബ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റിന് അറിയപ്പെടുന്ന മറ്റു പേരാണ് ജോബ് മാർക്കറ്റ്. Employment condition in the area where the organization is situated. ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ നിൽക്കുന്ന അവിടുത്തെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യങ്ങള്. Employment condition in the area where the organization is situated. ആ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന ആ ഏരിയയിലെ ഒരു തൊഴിൽ സാഹചര്യങ്ങള് എന്ത് ചെയ്യുന്നു? അഫക്ട് ദ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. റിക്രൂട്ടിംഗ് ആക്ടിവിറ്റിനെ അഫക്ട് ചെയ്യും. റിക്രൂട്ടിംഗ് ആക്ടിവിറ്റിനെ അഫക്ട് ചെയ്യും. ഓർഗനൈസേഷന്റെ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റിനെ അഫക്ട് ചെയ്യും. അല്ലെ? അതായത് നമ്മൾ ആ ഒരു ചിലപ്പോ ആ കമ്പനി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഏരിയയില്ലേ, അവിടത്തെ തൊഴിൽ സാഹചര്യങ്ങള്. ചിലപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവിടെയുള്ള ആളുകൾക്ക് പറ്റിയ ജോലിയാണ്. അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ റിക്രൂട്ടിംഗ് ആക്ടിവിറ്റിനെ അഫക്ട് ചെയ്യും. കണ്ടോ? അവിടെ നോക്കി, ഇവിടെ പറയുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട് നോക്കി. അത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. Employment condition in the area where the organization is situated affect the recruiting activity of the organization. ഒരു ഓർഗനൈസേഷന്റെ റിക്രൂട്ടിംഗ് പ്രവർത്തനങ്ങളെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ് ഇത്. ആ കമ്പനി നിൽക്കുന്ന, ആ സ്ഥാപനം നിൽക്കുന്ന ഏരിയയിലെ തൊഴിൽ സാഹചര്യങ്ങൾ. തൊഴിൽ സാഹചര്യങ്ങൾ. Ordinary attempt like displaying job vacancy on notice board or announcement in the official meeting etc. will attract more candidates than needed at the time of the recruitment. Okay, ordinary attempt. സാധാരണ എങ്ങനെയാ? ജോബ് വേക്കൻസി ഉണ്ടെന്ന് നോട്ടീസ് ബോർഡിൽ ഇടാം. അപ്പൊ ആളുകൾ അറിയില്ലേ? നോട്ടീസ് ബോർഡില്, കമ്പനിയുടെ ഫ്രണ്ടിലുള്ള നോട്ടീസ് ബോർഡില് ഈ ജോബ് വേക്കൻസി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ? അല്ലെ? ഷോപ്പിലും ഒക്കെ ചെല്ലുമ്പോ അവിടെ സ്റ്റാഫിന് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പുറത്ത് എഴുതി വെച്ചേക്കുന്നത്, ഈ നോട്ടീസ് ബോർഡിൽ ഇടുന്നത് ഇല്ലേ? അത് അല്ലെങ്കിൽ അത് ഓർഡിനറി അറ്റംപ്റ്റ് ലൈക്ക് ഡിസ്പ്ലേയിങ് ജോബ് വേക്കൻസി ഓൺ ദ നോട്ടീസ് ബോർഡ്. നോട്ടീസ് ബോർഡിൽ ജോബ് വേക്കൻസി ഡിസ്പ്ലേ ചെയ്യാം. ഓർ അനൗൺസ്മെന്റ് ഇൻ ദ ഒഫീഷ്യൽ മീറ്റിംഗ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒഫീഷ്യൽ മീറ്റിംഗിൽ അനൗൺസ് ചെയ്യാം, ഇത്ര വേക്കൻസി ഉണ്ട്, ഇന്ന ഇതിലേക്ക് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം. അതൊക്കെ എന്താണ്? വിൽ അട്രാക്ട് മോർ കാൻഡിഡേറ്റ്സ് than needed at the time of the recruitment. അല്ലെ? അതായത് ആ റിക്രൂട്ട്മെന്റ് ടൈമിൽ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യും. ശരിയല്ലേ? ആ നോട്ടീസ് ബോർഡിൽ കാണുന്ന, നോട്ടീസ് ബോർഡ് വായിക്കുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് വരും. ശരിയല്ലേ? അല്ലെ? ഇപ്പൊ ഒരു 100 പേര് വായിച്ചെങ്കിൽ അതിലൊരു 80 പേര് വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ അപ്ലൈ ചെയ്യാൻ, ആ ജോബ് പൊസിഷനിലേക്ക് വേണമെങ്കിൽ അവര് റിക്രൂട്ട്മെന്റിനായിട്ട് ചിലപ്പോ വരാം. അപ്പൊ ചിലപ്പോ ആകെ 10 വേക്കൻസി ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്തില്ലേ? ഏത്? നോട്ടീസ് ബോർഡിൽ ജോബ് വേക്കൻസി പ്രദർശിപ്പിച്ചതും ഒഫീഷ്യൽ മീറ്റിംഗിൽ അനൗൺസ് ചെയ്തതും വിൽ അട്രാക്ട് മോർ കാൻഡിഡേറ്റ്സ്. കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്നു, ആകർഷിക്കും. ദാൻ ഏതിനേക്കാളും? than needed at the time of the recruitment. റിക്രൂട്ട്മെന്റ് ടൈമില് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യും. ക്ലിയർ ആയോ? അത് പറയണേ. ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തതാണ്. അടുത്തത് നോക്കിയേ. ഇതെല്ലാം നമ്മൾ എന്താ പറയുന്നത്? റിക്രൂട്ട്മെന്റിന്റെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യമാണ് ലേബർ മാർക്കറ്റ്. അടുത്തതാണ് ഇമേജ് ഓർ ഗുഡ്വിൽ. ഇമേജ് ഓർ ഗുഡ്വിൽ. എംപ്ലോയേഴ്സ്, എംപ്ലോയറിന്റെ ആണ് കേട്ടോ. എംപ്ലോയേഴ്സ് ഇമേജ്
can also act as a barrier for recruitment. റിക്രൂട്ട്മെന്റിന് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത് ആരാ? എംപ്ലോയറിന്റെ ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞ സബ്കീർത്തി, ഗുഡ്വിൽ, അല്ലെ? അതെന്ത് ചെയ്യുന്നു? സോ ഓൾസോ ആക്ട് ആസ് എ ബാരിയർ ഫോർ റിക്രൂട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. Employer's image can also act as a barrier for recruitment. റിക്രൂട്ട്മെന്റിനുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതാണ് എംപ്ലോയറിന്റെ ഇമേജ്. ഇപ്പൊ നല്ല ഇമേജ് ഉണ്ട്, അല്ലെ? നമ്മുടെ ഒരു ഒരു എംപ്ലോയറിനെ കുറിച്ച് നമുക്ക് നല്ലൊരു സബ്കീർത്തി അല്ലെങ്കിൽ നല്ലൊരു ഇമേജ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാനും ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനും നമുക്ക് താല്പര്യം ഉണ്ടാവില്ലേ? ഓക്കെ. The activities of the organization are the basis for building organizational image. ഇന്നൊരു കാര്യം എന്താ? ആക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങള് അതും എന്തിനു സഹായിക്കുന്നു? ബേസിസ് ഫോർ ബിൽഡിംഗ് ഓർഗനൈസേഷൻ ഇമേജ്. ഓർഗനൈസേഷന്റെ ആ സ്ഥാപനത്തിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ, അല്ലെ? ഒരു കമ്പനിയില് നമ്മള് നല്ല നല്ല പ്രവർത്തനങ്ങളാണ്, അല്ലെ? അവര് ആക്റ്റീവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൽകീർത്തി വർദ്ധിക്കൂലേ? ഇമേജ് കൂടൂലേ? ബിൽഡ് ചെയ്യുന്നതിന് കാരണമാവൂലേ? നോക്കി അത് ചെറുതായിട്ട് തുടങ്ങിയതാണ്, പക്ഷെ ഇവിടെ ഭയങ്കര വർക്കിംഗ് ആണ്, നല്ല പ്രവർത്തനങ്ങളാണ്, അതുകൊണ്ട് ഡെവലപ്പ് ചെയ്തു. ഓർഗനൈസേഷന്റെ ഇമേജ് കൂടിയില്ലേ? 4 ആളുകൾ അറിയുന്ന രീതിയിലേക്ക് എത്തിയില്ലേ? കൂടും. It became easier. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? Easier to attract and retain employees for our organization. If it has a positive image and a goodwill as employer than for an organization with negative image. അവിടെ ഒരു കോമന്റ് ആണ് കേട്ടോ. ഒറ്റ സെന്റൻസ് ആണ്, പക്ഷെ ഒരു കോമ കൊടുക്കാം. It become easier to attract and retain employees for an organization, if it has a positive image and goodwill as an employer than for the organization with the negative image. ഒന്ന് നോക്കി എന്താ ഇതിനകത്ത് പറയുന്നത്? ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു ഓർഗനൈസേഷനെ അപേക്ഷിച്ചത്, ഇപ്പൊ ആ സ്ഥാപനത്തിന് വലിയ പേരും പെരുമയൊന്നും ഇല്ലാന്ന് വിചാരിക്കുക. ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു ഓർഗനൈസേഷനെ ഒരു അപേക്ഷിച്ചിട്ട് ഒരു പോസിറ്റീവ് ഇമേജ് ഉള്ള ഒരു ഗുഡ്വിൽ, നല്ല സത്കീർത്തിയുള്ള എംപ്ലോയർ, അല്ലെ? എംപ്ലോയർ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്താ? അത് ആ എംപ്ലോയീസിനെ, കൂടുതൽ എംപ്ലോയീസിനെ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാനും അവരെ അവിടെ നിലനിർത്താനും സാധിക്കൂലേ? മനസ്സിലായില്ല പറഞ്ഞത്, അല്ലെ? ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഓർഗനൈസേഷനേക്കാൾ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ആ സ്ഥാപനത്തെ കുറിച്ച് വലിയ ഇതില്ല എന്ന് വിചാരിക്കാം, പക്ഷെ അവിടുത്തെ എംപ്ലോയർ നല്ല സൂപ്പറാണ്. മനസ്സിലായോ? എംപ്ലോയർ നല്ല ഗുഡ്വിൽ, നല്ല കൊള്ളാം ആണ്, നല്ല എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമുക്ക് കൊള്ളാം എന്നൊരു തോന്നല് നമുക്ക് വന്നു. അപ്പൊ എംപ്ലോയർ അവിടുത്തെ സൂപ്പറാണ്. അപ്പൊ നോക്കി, അങ്ങനെ വരുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? എന്താ? ഈസി ആയിട്ട് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാം. ഇറ്റ് ബിക്കേം ഈസിയർ ടു അട്രാക്ട് ആൻഡ് റിറ്റെയിൻ എംപ്ലോയിനെ കൂടുതൽ എംപ്ലോയിനെ നമ്മൾ പറയില്ലേ? ഓർഗനൈസേഷൻ വലിയതില്ലെങ്കിലും അവിടുത്തെ എംപ്ലോയർ നല്ലതാണ്, അല്ലേ? കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? ആ സ്ഥാപനത്തില് ആ എംപ്ലോയി നിലനിൽക്കൂലേ? നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം, നമ്മുടെ സുപ്പീരിയർ നല്ല സൂപ്പറാണ്, നമ്മൾ അവിടുന്ന് പോരാൻ തോന്നോ? കമ്പനി വലിയ ഇതില്ലെങ്കിൽ പോലും അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെ വരുമ്പോ നമ്മൾ അവിടെ റീറ്റെയിൻ ചെയ്യൂലേ? റീറ്റെയിൻ ചെയ്യോ ഇല്ലയോ? അത് എളുപ്പമാവുന്ന ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ആൾക്കാര് അട്രാക്ട് ചെയ്യുന്നതിനും അവരെ നിലനിർത്തുന്നതിനും എളുപ്പമാകും. എങ്ങനെ വന്നാൽ? ഒരു പോസിറ്റീവ് ഇമേജ്, അല്ലെ? ആൻഡ് ഗുഡ്വില്ലുള്ള ഒരു എംപ്ലോയർ ഉണ്ടെങ്കിൽ. ഏതിനേക്കാളും ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഓർഗനൈസേഷനെ അപേക്ഷിച്ചിട്ട് ഒരു പോസിറ്റീവ് ഇമേജ്, ഗുഡ്വില്ലുള്ള ഒരു എംപ്ലോയർ ഉണ്ടെങ്കിൽ അത് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനും അവരെ അവിടെ നിലനിർത്താനും എളുപ്പമാകും. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായി? ഓക്കെ. എനിക്ക് തോന്നി നിങ്ങൾക്ക് അതാണ് ഇന്ന് റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോൾ.
നമ്മൾ പറയൂലേ ആ കൊള്ളാം സൂപ്പറാണ്. അപ്പൊ നമ്മൾ കമ്പനിയിലെ അല്ല അപ്പൊ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആരെയാ നമ്മുടെ സുപ്പീരിയറിനെ നോക്കണേ. നല്ല സൂപ്പറാണ്, നമ്മളോട് നല്ല സ്നേഹമാണ്, നമ്മളോട് നല്ല കോപ്പറേറ്റീവ് ആണ്, നല്ല ഹെൽപ്ഫുൾ ആണ്. അങ്ങനെയുള്ള ഒരു എംപ്ലോയർ ആണെങ്കിൽ നമ്മൾ എന്താ കൂടുതൽ എംപ്ലോയീസിന് നമുക്ക് തോന്നൂലേ, നമ്മൾ പറയൂലേ. ആ സ്മിതോട് ഞാൻ വന്ന് പറയൂ, സ്മിതേ ഞാൻ പോണോടത്ത് അവിടെ സുപ്പീരിയർ നല്ല സൂപ്പറാണ് കേട്ടോ, അപ്പൊ നല്ല ഇതാണ്, സ്മിതയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വാട്ടോ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ സ്മിതേനെ അട്രാക്ട് ചെയ്യൂല അങ്ങോട്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ. അതാ ഉദ്ദേശിക്കുന്നത് കണ്ടോ. ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് അവരെ അട്രാക്ട് ചെയ്യാനും ആ എംപ്ലോയിനെ നിലനിർത്താനും സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇമേജും ഗുഡ്വില്ലും ഉള്ള എംപ്ലോയർ ഉണ്ടെങ്കിൽ. ക്ലിയർ ആണ് അല്ലെ എല്ലാവർക്കും? അടുത്ത നോക്കിയേ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്. പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള, സോഷ്യൽ സാമൂഹ്യപരമായിട്ടുള്ള, ലീഗൽ നിയമപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്. Recruitment practices directly influenced by various government regulations which keep out favorism. Favoritism അത് നമ്മളെ ഒരു പശ്ചാത്തലം അല്ലേ, നമ്മളെ ഇങ്ങനെ ചിലരുടെ ഫേവർ ചെയ്തൊക്കെ ഇല്ലേ, അതൊന്നും നമ്മള് കളയും. അതായത് എന്താണ് ഒരു റിക്രൂട്ട്മെന്റ് പ്രാക്ടീസ്, റിക്രൂട്ട്മെന്റ് ഇത് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ വേരിയസ് ഗവൺമെന്റ് റെഗുലേഷൻസ്. ഗവൺമെന്റ് റെഗുലേഷൻസിൽ ഉണ്ട്, ഒരു ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് നിർദ്ദേശങ്ങള് അവരുടെ ചട്ടങ്ങൾ ആ രീതിക്ക് അനുസരിച്ചായിരിക്കണം. കീപ് ഔട്ട് ഫേവറിറ്റിസം അല്ലേ, അത് ഫേവറിറ്റിസം എന്ന് പറഞ്ഞ പക്ഷഭേദം അല്ലേ. ഇപ്പൊ എനിക്ക് നിങ്ങള് എന്റെ ക്ലാസ്സിലെ കുട്ടിയാന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഫേവർ ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഫേവറിറ്റിസം അത് കീപ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഒഴിവാക്കുന്നു. ഇൻ ഹയറിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ്, ഹയറിംഗ് അവരെ നിയമിക്കുന്നതിനും ജോലിക്കുമൊക്കെ എന്താണ് ചില ഗവൺമെന്റ് നിയന്ത്രണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ലെജിസ്ലേഷൻ ഫോർ റിസർവേഷൻ ഇൻ എംപ്ലോയ്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇല്ലേ, ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഇത്ര സീറ്റ് എന്നൊക്കെ ഇല്ലേ, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് എക്സെട്ര, പട്ടികജാതി പട്ടികവർഗം, ശാരീരിക വൈകല്യമുള്ളവർ തുടങ്ങിയവർക്ക് തൊഴിൽ സംവരണം നൽകുന്നതിന് വേണ്ടി എന്താണ് ഇന്ത്യ സർക്കാർ ഒരു ഗവൺമെന്റ് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലായിടത്തും ഇല്ലേ, അവർക്ക് വേണ്ടി ഇത്ര സീറ്റ് മാറ്റി വെച്ചിട്ടില്ലേ അല്ലേ. അപ്പൊ അത് എന്ന് വെച്ചാൽ വേറെ ആർക്കും അവിടെ കൊടുക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പൊ എന്റെ ഫേവർ അല്ലെങ്കിൽ ഞാനൊരു നിങ്ങളോട് ഇച്ചിരി ഇതായിട്ട് എനിക്ക് നിങ്ങളെ കൊടുക്കണം എന്ന് വെച്ചാൽ പറ്റില്ല. ആ പോസ്റ്റ് അവർക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ലെജിസ്ലേഷൻ ഫോർ റിസർവേഷൻ, റിസർവ് ചെയ്തിട്ടുണ്ട് ഇൻ എംപ്ലോയ്മെന്റ്, അവർക്ക് തൊഴിൽ അവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ്, ശാരീരികമായി വൈകല്യമുള്ളവർ, ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് റിസർവ് ചെയ്തിട്ടുണ്ട്. എക്സെട്രാ ഹൗ ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗവൺമെന്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ അഡീഷൻ ട്രൈബ്സ് യൂണിയൻ, പിന്നെ ഒരു കാര്യം അതാണ് ട്രൈബ്സ് യൂണിയൻ. യൂണിയനില്ലേ, യൂണിയൻ ഉണ്ട്. പ്ലേ ആൻഡ് പ്രോമിനന്റ് പൊസിഷൻ ഇൻ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നവരാണ് ആര്, ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകള്, ട്രേഡ് യൂണിയൻ play a prominent position in the recruitment. റിക്രൂട്ട്മെന്റില് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ട്രേഡ് യൂണിയന്, തൊഴിലാളി സംഘടനകള്. This hampers എന്ന് പറഞ്ഞാൽ ഹാമ്പർ ചെയ്യാന്ന് വെച്ചാൽ തടസ്സം എന്നുള്ളൊരു മീനിങ്. hampers തടസ്സങ്ങളും. അതെന്ത് ചെയ്യുന്നു, this hampers the management freedom to choose the prospective candidates. ഇത് മാനേജ്മെന്റിന്റെ ഫ്രീഡത്തെ എന്ത് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു. ശരിയല്ലേ? ഇത്ര പേർക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത്ര സീറ്റ്, അല്ലെങ്കിൽ യൂണിയനിൽ നിന്നുള്ള തൊഴിലാളി യൂണിയൻ, ട്രേഡ് യൂണിയൻ അതിൽ നിന്നുള്ള ആരെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനെ അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മാനേജ്മെന്റിന്റെ ഫ്രീഡത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ മാനേജ്മെന്റിലേക്ക് എനിക്ക് ഇഷ്ടമുള്ളതാണ് ക്രിസ്റ്റീനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല അല്ലെ. മാനേജ്മെന്റിന്റെ ഫ്രീഡത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഈ ചില ഗവൺമെന്റ് നിർദ്ദേശങ്ങളൊക്കെ, റെഗുലേഷൻസ് ഒക്കെ. ദിസ് ഹാമ്പേഴ്സ് എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക. The management freedom
to choose the prospective candidates. Prospective വരാനിരിക്കുന്ന അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡത്തെ തടസ്സപ്പെടുത്തുന്നു. Recruitment sources can be limited by the union regulation if the candidate does not fulfill the criteria set by the union. ഒരു കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്താ, അതായത് യൂണിയൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് എന്താണ്, if the candidate does not fulfill the criteria set by the union, അതായത് യൂണിയൻ പറയുന്ന മാനദണ്ഡങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സ് യൂണിയന്റെ നിർദ്ദേശപ്രകാരം എന്താണ്, ആ യൂണിയന്റെ ചട്ടങ്ങൾ പ്രകാരം റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്താണ് ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. റിക്രൂട്ട്മെന്റ് സോഴ്സസ് ക്യാൻ ബി ലിമിറ്റഡ്. റിക്രൂട്ട്മെന്റ് സോഴ്സിനെ പരിമിതപ്പെടുത്തുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ആര്? ബൈ യൂണിയൻ റെഗുലേഷൻസ്. യൂണിയന്റെ നിർദ്ദേശങ്ങള് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസിനെ ചെയ്യുന്നുണ്ട്, അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ഇഫ് ദ കാൻഡിഡേറ്റ് ഡസ് നോട്ട് ഫുൾഫിൽ ദ ക്രൈറ്റീരിയ സെറ്റ് ബൈ ദ യൂണിയൻ. യൂണിയൻ നിർദ്ദേശിച്ചിട്ടുള്ള ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്ത കാൻഡിഡേറ്റ്സിനെ, ഓക്കെ, യൂണിയൻ നിർദ്ദേശിച്ചിട്ടുള്ള ക്രൈറ്റീരിയ, അത് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാൻഡിഡേറ്റ്സ്, അങ്ങനെ ഫുൾഫിൽ ചെയ്യാത്ത കാൻഡിഡേറ്റ്സിന്റെ യൂണിയന്റെ നിർദ്ദേശപ്രകാരം തന്നെ റിക്രൂട്ട്മെന്റ് സോഴ്സസിൽ പരിമിതപ്പെടുത്തുന്നു. ഇനി അടുത്തതാണ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മത്സരാർത്ഥികൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന മറ്റു ഓർഗനൈസേഷൻ ആണ് കേട്ടോ, മറ്റ് സ്ഥാപനങ്ങളാണ്. അതായത് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് പോളിസികൾ വരൂലേ, റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള പോളിസികൾ വരുമ്പോൾ അതനുസരിച്ച് മാർക്കറ്റിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ കമ്പനികൾ തമ്മിൽ അല്ലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇപ്പൊ ഞാനും ക്രിസ്റ്റിയും അല്ലെങ്കിൽ വൈഷ്ണയും നമ്മൾ രണ്ടുപേരും രണ്ട് കമ്പനിയിലാണ് വിചാരിക്കുക. അപ്പൊ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള പോളിസികളില് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ മാറ്റം വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ മാർക്കറ്റിൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ കമ്പനികൾ തമ്മിൽ എന്തുണ്ടാവും? നമ്മൾ തമ്മിൽ കോമ്പറ്റ് ചെയ്യൂലേ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അതാണ് അവിടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. The recruitment function is also influenced by the recruitment policies of the competitors. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. റിക്രൂട്ട്മെന്റ് ഫംഗ്ഷൻ എന്തിനെ സ്വാധീനിക്കുന്നു? ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ്. എന്തിനെ സ്വാധീനിക്കുന്നു? ബൈ ദ റിക്രൂട്ട്മെന്റ് പോളിസീസ് ഓഫ് ദ കോമ്പറ്റേറ്റേഴ്സിന്റെ പോളിസിനെ സ്വാധീനിക്കുന്നു. Generally, the organization changes the recruitment policy to match up with the competitors' policy so that they can compete in the market. No, എന്താ പറഞ്ഞേക്കുന്നത്? ജനറലി സാധാരണയായിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? അവരുടെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ മാറ്റം വരും. എന്തിന്? ടു മാച്ച് അപ്പ് വിത്ത് കോമ്പറ്റേറ്റേഴ്സ് പോളിസി. കോമ്പറ്റേറ്റേഴ്സിന്റെ പോളിസിയുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് അല്ലേ? അതെന്താണ്? ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് പോളിസികൾ മാറ്റം വരാം. സോ കോമ്പീറ്റ് മാർക്കറ്റ്, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നു. അതാണ് ഈ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മാർക്കറ്റിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ ആര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു? ആ കമ്പനികൾ തമ്മില് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. ഇതാണ് കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇത് റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എഫ് വരെ പറഞ്ഞു നമ്മള് ഏതൊക്കെയാ? സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിലില്ലായ്മ നിരക്ക്, ലേബർ മാർക്കറ്റ് ഓർ ജോബ് മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ് വില്ല്, then political, social, legal environment, then last ആണ് കോമ്പറ്റേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഇത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. The factors that can be regulated by the organization itself. ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ക്ലിയർ ആണോ നോക്കിയേ? എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. The factors that can be regulated by the organization itself are called dash. എന്താ എഴുതും നമ്മള്? ഇന്റേണൽ ഫാക്ടേഴ്സ്. ഓപ്ഷൻ കൊടുക്കാം. ഓപ്ഷൻ എ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്,
ഓപ്ഷൻ ബി ഇന്റേണൽ ഫാക്ടേഴ്സ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. കൊടുക്കാൻ പാടില്ലേ ഓപ്ഷൻസ്? നമ്മൾ ഏത് എഴുതും? ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഏത്? ഇന്റേണൽ ഫാക്ടേഴ്സ്, ഉള്ളില്. അതായത് ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങള്. ക്ലിയർ ആയി ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഒരു ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. There are various internal factors in the organization which influence the recruiting program. Recruitment programനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് വേണം, മാൻ പവർ വേണം അല്ലെ? ആ കമ്പനിയില് അവിടെയൊക്കെ പ്രോപ്പർ വർക്കിങ്ങിന് എന്ത് വേണം? മാൻ പവർ വേണം. ഓക്കെ, ഹൗ മെനി എംപ്ലോയീസ് ആർ ടു ബി റിക്രൂട്ടഡ്? എത്ര എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം? ആൻഡ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ, ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഹൗ ബീൻ ഡിറ്റർമിൻ, ഇത് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഫലപ്രദമായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറ്റർമിൻ ആണ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, ആൻഡ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം നിർണ്ണയിക്കുന്ന എന്തിന്റെ സഹായത്തോടു കൂടിയാ? ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഒരു ഫലപ്രദമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ആസൂത്രണം അതിലൂടെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത്. എത്ര എംപ്ലോയീസ്, റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ഹൗ മെനി എംപ്ലോയീസ് റിക്രൂട്ടഡ്, എത്ര എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, ഇതിൽ കൂടിയാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിലൂടെ. അണ്ടർലൈൻ ചെയ്തെത്തിയത് recruiter and required determine with the help of dash. ഇതിന്റെ സഹായത്തോടു കൂടിയാ? ഇതിന്റെ സഹായത്തോടു കൂടിയാണ് നിർണ്ണയിക്കുന്നത് ഒരു ഫലപ്രദമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ. With the help of effective human resource planning. ക്ലിയർ ആണോ? രണ്ടാമത്തെയാണ്. ഓക്കെ ആണോ ഒന്നാമത്തെ? ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ, റിക്രൂട്ട്മെന്റ് പോളിസി, റിക്രൂട്ട്മെന്റ് നയങ്ങള്, റിക്രൂട്ട്മെന്റ് പോളിസി. The aim of the recruitment are stated in the recruitment policy of the organization. റിക്രൂട്ട്മെന്റ്, ആ റിക്രൂട്ട്മെന്റിന്റെ എയിം, the aim of recruitment എന്തിനാ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസിന്റെ. The aim of the recruitment are stated. ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഏത്? റിക്രൂട്ട്മെന്റിന്റെ എയിം. Aim of recruitment are stated in the dash of the organization. എന്തെഴുതും? റിക്രൂട്ട്മെന്റ് പോളിസി. Recruitment policy of the organization. ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് പോളിസിയിലാണ് പറഞ്ഞിരിക്കുന്നത് റിക്രൂട്ട്മെന്റിന്റെ എയിം. It also gives an outline. Outline എന്ന് പറഞ്ഞാൽ രൂപരേഖ. Outline for the execution. Execution എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നടപ്പിലാക്കാൻ, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ള ഒരു രൂപരേഖയും റിക്രൂട്ട്മെന്റ് പോളിസിയിലുണ്ട്. It also gives an outline. ഒരു രൂപരേഖയുണ്ട്. എന്തിനാ? For the execution of recruitment program. ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നിറവേറ്റുന്ന, നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖയും ഏതില്? റിക്രൂട്ട്മെന്റ് പോളിസിയില് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ ആണോ? ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖയും റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ ഏതാ? ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്, ഓർഗനൈസേഷന് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. അവരുടെ മാൻ പവർ ആണ്. അതെങ്ങനെയാ? ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് എത്ര എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, അതിന്റെ എത്ര റിക്വയർഡ് ക്വാളിഫിക്കേഷൻ, അതിന്റെ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ഒരു ഫലപ്രദമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെയാണ്. രണ്ടാമത്തെയാണ് റിക്രൂട്ട്മെന്റ് പോളിസിന്റെ. ആ റിക്രൂട്ട്മെന്റിന്റെ എയിം എന്തിനാ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് പോളിസി. ഓർഗനൈസേഷന്റെ
റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നു. ഇത് കൂടാതെ എന്താണ്, ഇറ്റ് ഓൾസോ ഗീവ്സ് ആൻ ഔട്ട്ലൈൻ, ഒരു രൂപരേഖ നൽകുന്നു. ഏതിന്റെ? എക്സിക്യൂഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ള ഒരു രൂപരേഖയും റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഒരെണ്ണാണ് സൈസ് ഓഫ് ദ ഫേം. ആ സ്ഥാപനത്തിന്റെ വലിപ്പം. ഫേം എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിന്റെ വലിപ്പം. Another vital factor that affect the process of recruitment is the size of the organization. ആ സ്ഥാപനത്തിന്റെ വലിപ്പമാണ് ഇനി അടുത്തത്. If the organization intends to broaden its operations and grow its business, അല്ലെ, ആ ഒരു സ്ഥാപനം അതിന്റെ പ്രവർത്തനങ്ങൾ വലുതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, അത് കുറച്ചുകൂടിയും അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂട്ടാൻ ഉദ്ദേശിക്കുക. എന്ന് വലുതാക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങൾ വലുതാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ബിസിനസ്, അതിന്റെ ബിസിനസ് വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ? ഇറ്റ് വിൽ പ്ലാൻ ഫോർ ഹയറിംഗ് മോർ എംപ്ലോയീസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഫംഗ്ഷൻ. എന്താ ആസൂത്രണം ചെയ്യണം? ഇറ്റ് വിൽ പ്ലാൻ ഫോർ ഹയറിംഗ് മോർ എംപ്ലോയീസ്, കൂടുതൽ എംപ്ലോയീസ് വേണ്ടേ? ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഫംഗ്ഷൻ, അത് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് എന്ത് വേണം? നമ്മൾ കൂടുതൽ എംപ്ലോയീസിനെ നിയമിക്കാൻ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നടക്കോ? കമ്പനി, ഞാനിപ്പോ ചെറുതാവുന്നു, പക്ഷെ എന്റെ ഇപ്പൊ കുറെ ക്യാഷ് കിട്ടി, അപ്പൊ ഞാൻ കമ്പനി വലുതാക്കാൻ പോവാണ് കേട്ടോ, അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂട്ടാൻ പോവാണ്, ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണം? ആ കാര്യം നടപ്പിലാക്കാൻ എന്ത് വേണം? ഞാൻ എന്താ ആസൂത്രണം ചെയ്യണം? പ്ലാൻ ഫോർ ഹയറിംഗ് മോർ എംപ്ലോയീസ്, കൂടുതൽ എംപ്ലോയീസ് വേണം. വലിയ ഇത് മാത്രം ആക്കിയാൽ പറ്റോ? അവിടെ പ്രവർത്തനത്തിന് എന്ത് വേണം? നമ്മള് ഹയർ ചെയ്യണം. ഹയർ ചെയ്യുക എന്ന് വെച്ചാൽ നിയമിക്കുക. മോർ എംപ്ലോയീസ്, കൂടുതൽ എംപ്ലോയീസിനെ ആ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഫങ്ഷൻസ് നടപ്പിലാക്കാൻ നിയമിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. 3 കാര്യങ്ങൾ അതിന്റെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഏതൊക്കെയാ? ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഏതാ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് പോളിസി, സൈസ് ഓഫ് ദ ഫേം. അപ്പൊ ഇത് ഇങ്ങനെ ചോദിക്കാം കേട്ടോ. Which of the following is included in the internal factors affecting recruitment? Okay. ഏതൊക്കെ നമ്മൾ 3 പറഞ്ഞത് ഏതൊക്കെയാ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഏതിൽ വരുന്നതാ? ഇന്റേണൽ ഫാക്ടേഴ്സില്. റിക്രൂട്ട്മെന്റ് പോളിസി ഏതിൽ വരുന്നതാണ്? ഇന്റേണൽ ഫാക്ടേഴ്സില്. സൈസ് ഓഫ് ദ ഫേം ഇന്റേണൽ ഫാക്ടേഴ്സില്. 3 ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി ഒരെണ്ണം കോസ്റ്റും കൂടി ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയൂലേ, വന്നിരുന്നപ്പോ തുടങ്ങി മിക്സ് ഇങ്ങനെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്, അങ്ങനെ പറയോ? ക്ലിയർ ആയി പോണില്ലേ? അതാ ഞാൻ ഓരോന്നും കഴിയുമ്പോ ചോദിക്കണേ കേട്ടോ. നമ്മളിത് ഫുള്ള് കഴിഞ്ഞ് വീണ്ടും ഫുള്ള് റിപ്പീറ്റ് ചെയ്യാനുള്ള സമയമില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് അതാ കറക്റ്റ് ടൈമില് നമ്മുടെ ക്ലാസ്സുകൾ തീർക്കണം. ഇന്നിപ്പോ നമ്മുടെ നിങ്ങളുടെ മുന്നിലുള്ള, ഇന്നല്ല 2-3 ബാച്ച് കുട്ടികളുടെ അവരുടെ ഇന്ന് ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. എന്റെ പോർഷൻസ് ഇന്ന് തീർത്ത് ഞാൻ അവിടെ നിന്ന് ബൈ പറഞ്ഞിറങ്ങിയതാണ്. അവർക്ക് എക്സാം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിംഗ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ പോർഷൻസ് ഇവിടെ തീർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ 2 പേജെങ്കിലും വെച്ച് മാക്സിമം ഒരു ദിവസം കവർ ചെയ്യണം. അതനുസരിച്ചാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അത് ഓരോന്ന് എടുക്കുമ്പോൾ ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അപ്പം തന്നെ അല്ലെങ്കിലും ഒന്നോട് പറയണമെങ്കിലും ക്ലിയർ അല്ലെങ്കിലും മെസ്സേജ് ചെയ്തിടണം കേട്ടോ. 2 കാര്യങ്ങളെ നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ. ഫാക്ടർ ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്. ഒരു ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ആ പോയിന്റ്സ് നോക്കാം 5 പിന്നെ ഫാക്ടർ അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്, ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്, സ്വാധീനിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് 2 ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടേഴ്സ് വിച്ച് കനോട്ട് കൺട്രോൾ ബൈ ദ ഓർഗനൈസേഷൻ. അപ്ലൈ ചെയ്തതാ. ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം. Supply and demand, unemployment rate, labor market, image, goodwill, political, social, legal, environment, competitors. Okay. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് വെച്ചാൽ എഴുതാനോ. ഇനി അടുത്തതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ്. അതിനാണ് നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. 3 പറഞ്ഞുള്ളൂ. ഏതൊക്കെയാ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് പോളിസി, സൈസ് ഓഫ് ഫേം. ഓക്കെ. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ അല്ലേ? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. എപ്പോഴെപ്പോഴും ഞാൻ പറയൂല,
ഇനി അടുത്ത വ്യാഴാഴ്ച ബുക്ക് തുറക്കാനിരിക്കരുത്. ഇന്ന് തന്നെ ടെക്സ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. അതിൽ കൂടെ എല്ലാവരും വായിക്കണ്ട. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഓർമ്മ നിന്നോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.